ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷയത്തിനെ കുറിച്ചൊന്നും അല്ല. ഈ ആഴ്ച നാട്ടിൽ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു. എല്ലാ ദിവസവും ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഈ ലോകത്ത് ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഓരോ മണിക്കൂറിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ മാത്രം ഒരു മാറ്റവും വരാത്ത കുറേ കാര്യങ്ങളുണ്ട്. വിനീത് ശ്രീനിവാസൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ സത്യനന്ദിക്കാടിൻ്റെ ഒക്കെ മൂവീസിലെ സങ്കല്പത്തിലെ കേരളം കാണണമെങ്കിൽ നിങ്ങൾ പാലക്കാട് വരണം. ആൾക്കാരും സ്ഥലങ്ങളും എല്ലാം അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇവിടെ ആർക്കും ആരോടും ഒന്നും മറച്ചു വയ്ക്കാനുമില്ല, ഒളിച്ചു വയ്ക്കാനുമില്ല. പണ്ട് സ്കൂളിലോ കോളേജിലൊക്കെ വീട്ടിൽ പറയാണ്ടെങ്ങാനും ഒരു ചായ കുടിക്കാൻ പോയാൽ നമ്മൾ കോളേജിൽ നിന്ന് തിരിച്ച് വീടെത്തുമ്പോഴത്തേനും വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവും. വീട്ടിലെങ്ങാനും ഒരു റിലേറ്റീവ് പറയാതെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ കറി അന്നുണ്ടാവും. കാരണം അടുത്തുള്ള എല്ലാ വീട്ടിലെ കറികളും നമ്മുടെ വീട്ടിലുണ്ടാവും അന്ന്. ദൂരദർശൻ മാത്രം ഉണ്ടായൊരു കാലം ഓർമ്മയുണ്ടോ? ജയ് ഹനുമാൻ, ഓം നമ ശിവായ, ശ്രീകൃഷ്ണ, വെള്ളിയാഴ്ചകളിലെ ചിത്രഗീതം, ഞായറാഴ്ച 4 മണിക്കുള്ള മൂവി, ഇതെല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടിയിരുന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന സുഖം. റേഡിയോയിലെ ശബ്ദരേഖ മാറി ടേപ്പ് റെക്കോർഡായതും, പിന്നെ അത് VCP കാസറ്റായതും, CD ആയതും, പിന്നെ അത് മാറി പെൻഡ്രൈവിലായതും, എന്നിട്ടും നാട്ടിലുള്ള വീടും ആളുകളും പരിസരവും അതിനൊന്നും ഒരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. പണ്ട് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസം ഉണ്ടായിരുന്നു, ശിവരാത്രി. വലിയ ആൾക്കാർ മുതൽ കുഞ്ഞുങ്ങൾ വരെ ഒരുമിച്ച് കൂടിയിരുന്ന് ഉറങ്ങാതെ നേരം വെളുപ്പിക്കുമായിരുന്നു. അപ്പോൾ TV കണ്ടൊന്നുമല്ല, ഞങ്ങൾ ഒരുപാട് കളികളുണ്ടായിരുന്നു. കബഡി, നൊണ്ടിത്തൊട്ട്, വളപ്പൊട്ട് കളി, പല്ലാങ്കുഴി, കിലിക്കിക്കുത്ത്, പിന്നെ പേരറിയാതെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച കുറേ കളികൾ. രാത്രിയാവുമ്പോൾ വിശക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ മാങ്ങ പറിക്കാൻ പോയി കല്ലിലിട്ട് കുത്തി ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കുന്നതും, ഉറക്കം വരാതിരിക്കാൻ അമ്മായിമാർ ചുക്ക് കാപ്പി കൊണ്ടുവന്ന് തരുന്നതും, അതൊക്കെ ശരിക്കും ഭയങ്കര സുഖമുള്ള ഓർമ്മകളാണ്. ഇപ്പം ന്യൂസിൽ എന്നും കേൾക്കുന്നതാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ഒരുപാട് ചെറിയ കുട്ടികൾ വരെ സൂയിസൈഡ് ചെയ്യുന്നത്. പണ്ടൊന്നും ഈ ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും റിയലൈസ് ചെയ്യാനുള്ളൊരു സമയം നമുക്കില്ലായിരുന്നു എന്ന് പറയുന്നതാവും ശരി. എപ്പോഴും ഒരുപാട് ആളുകൾ ചുറ്റും ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടിരുന്നില്ല. ഒരുപാട് ആളുകളുടെ ലൈഫ് സ്റ്റോറീസും എക്സ്പീരിയൻസസ് കേട്ടും അതിൽ നിന്ന് ഒരുപാട് നമ്മുടെ ലൈഫിലോട്ട് പകർത്താൻ നമുക്ക് പറ്റിയിരുന്നു. നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ലോകം ആ ഒരു സ്മാർട്ട് ഫോണിനുള്ളിൽ ഒതുങ്ങിപ്പോയതാവാം ഈ ന്യൂസുകൾക്കൊക്കെ കാരണം. നമ്മൾ വളർന്നു വന്ന ആ ഒരു ചുറ്റുപാടും സാഹചര്യത്തിൽ കൂടെയൊക്കെ കുട്ടികളെയും കൊണ്ടുപോകാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്താൽ ഒരുപക്ഷെ വീണ്ടും നമുക്ക് ആ പഴയ ലോകം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. എന്നെ ഓഫീസിലെല്ലാവരും പറയാറുണ്ട് ഞാനിപ്പോഴും ഒരു 10 വർഷം പുറകിലോട്ടാണെന്ന്. അതിനുള്ള കാരണം ഇതൊക്കെയാണ്. വിവരം വെച്ചപ്പോഴാണ് അറിഞ്ഞത് വിവരമില്ലാത്ത പ്രായത്തിൽ ജീവിച്ച ജീവിതമായിരുന്നു നല്ലതെന്ന്, സ്വർഗമെന്ന്.